റിപ്പോ നിരക്കിൽ കുറവ് വരുത്തി RBI 0.25% കുറച്ച് 6% നിലനിർത്തിയത്. രാജ്യത്ത് പണപ്പെരുപ്പ നിരക്ക് കുറഞ്ഞതായും RBI വിലയിരുത്തി. ആഗോള സാമ്പത്തിക രംഗത്തെ അനിശ്ചിതത്വങ്ങളിൽ ജാഗ്രത തുടരുമെന്നും RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. Outlook, the MPC voted unanimously to reduce the policy repo rate by 25 basis points to 6% with immediate effect. I repeat, the MPC voted unanimously to reduce the policy repo rate by 25 basis points to 6% with immediate effect. Consequently, the standing deposit facility, the SDF rate under the liquidity adjustment facility shall stand adjusted to 5.75%. ഐസൻ ജോസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഐസൻ, സഞ്ജയ് മൽഹോത്ര എന്തൊക്കെ സുപ്രധാന കാര്യങ്ങളാണ് പറഞ്ഞു വെക്കുന്നത്? ദേവിക, ഏറ്റവും പരമപ്രധാനമായ കാര്യം നമുക്കറിയാവുന്നതാണ്. നേരത്തെ ദേവിക സൂചിപ്പിച്ചതുപോലെ 6% റിപ്പോ നിരക്ക് കുറച്ചിരിക്കുന്നു. അതായത് 6.25 നിന്നും 6% റിപ്പോ നിരക്ക് കുറച്ചിരിക്കുന്നു. സ്വാഭാവികമായും പണവിനിമയം, അതായത് ബാങ്കുകൾക്ക് കൂടുതൽ വായ്പ ലഭ്യമാകുന്നതിനും പണവിനിമയം ഉറപ്പാക്കുന്നതിനുമുള്ള നീക്കങ്ങളാണ് RBIയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഈ പണവിനിമയം സാധ്യമാക്കുന്ന ആ ഒരു നീക്കം നടപ്പാക്കുന്നത് പണപ്പെരുപ്പ് നിരക്ക് പൂർണ്ണമായും നിയന്ത്രണ വിധേയമാകുന്ന ഒരു സാഹചര്യത്തിലാണ്. സ്വാഭാവികമായും അക്കാര്യം കൂടി വളരെ കൃത്യമായി RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. പണപ്പെരുപ്പ് നിരക്ക് നിയന്ത്രണ വിധേയമാക്കി നിലനിർത്താൻ സാധിച്ചത് തന്നെയാണ് ഇത്തരത്തിൽ റിപ്പോ നിരക്കിൽ കുറവ് വരുത്താനുള്ള ഒരു തീരുമാനമുണ്ടായത്. അതുപോലെ തന്നെ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി അനുബന്ധമായ സംവിധാനങ്ങളെല്ലാം തന്നെ ഒന്നും തന്നെ മാറ്റം വരുത്തിയിട്ടില്ല എന്നും അദ്ദേഹം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ റിപ്പോ നിരക്ക് 6.25 നിന്നും 6% ചുരുക്കിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ പലതവണ വാർത്തകളിലെല്ലാം സൂചിപ്പിക്കുന്നത് പോലെ ഭവന വായ്പ, വ്യക്തിഗത വായ്പ, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വായ്പകളെല്ലാം തന്നെ കാർ വായ്പ ഉൾപ്പെടെയുള്ള തുകകളിൽ ഇതിൻ്റെ വ്യത്യാസം, അതായത് ഈ ഫ്ലെക്സി ലോണുകളിലെല്ലാം തന്നെ ഈ റിപ്പോ നിരക്കിൽ വന്ന വ്യത്യാസത്തിൻ്റെ പ്രിവിലേജ് കിട്ടാനുള്ള സാധ്യത ഈ കസ്റ്റമേഴ്സിനുണ്ട് എന്നതാണ് അതിൻ്റെ ഒരു പ്രധാന ഘടകം. അതായത് അതിൻ്റെ കസ്റ്റമേഴ്സ് വ്യൂവിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അത്തരത്തിൽ പലിശ നിരക്കിൽ, വ്യക്തിഗത പലിശ നിരക്കിലെ ഇളവുകൾ തന്നെയാണ്. മാത്രമല്ല മറ്റൊരു സുപ്രധാന ഘടകം അദ്ദേഹം എടുത്തു പറഞ്ഞത് ഈ പണപ്പെരുപ്പ് നിരക്കിലെ നിയന്ത്രണം തന്നെയാണ്. പണപ്പെരുപ്പ് നിരക്കിലെ നിയന്ത്രണം സാധ്യമായി എന്ന് അദ്ദേഹം അറിയിക്കുമ്പോൾ അടുത്ത വർഷത്തെ പണപ്പെരുപ്പ് നിരക്കാണ് ഏറെ പ്രതീക്ഷ നൽകുന്നൊരു പണപ്പെരുപ്പ് നിരക്ക് ഫോർകാസ്റ്റ് ചെയ്യുന്നുണ്ട്. 4% പണപ്പെരുപ്പം, അതായത് സ്വാഭാവികമായ വളർച്ചാനുബന്ധമായ ഒരു സാമ്പത്തിക വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന സ്വാഭാവികമായ പണപ്പെരുപ്പം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ്റെ ആ ശതമാനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് തന്നെയാണ് RBI ഗവർണർ പറഞ്ഞു വയ്ക്കുന്നത്. 4% 2025-2026 വർഷം പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമാക്കി 4% നിർത്താൻ സാധിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇത് ഒന്നാം പാദത്തിൽ, അതായത് ഇപ്പോൾ നിലവിലുള്ള ഏപ്രിൽ മുതലുള്ള ആദ്യത്തെ 3 മാസം 3.6%, അതുപോലെ തന്നെ രണ്ടാം പാദത്തിൽ 3.9%, മൂന്നാം പാദത്തിൽ 3.8%, നാലാം പാദത്തിൽ 4.4%, പണപ്പെരുപ്പ് നിരക്ക് എന്നാണ് പ്രസൻറ്റായി നിലവിലെ ഒരു ഫോർകാസ്റ്റ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ നിലവിലെ ഒരു പ്രവചനമായി കണക്കാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായി ഇത് കണക്കൂട്ടുമ്പോൾ 4% താഴെയായിരിക്കും ഈ പണപ്പെരുപ്പ് നിരക്ക്. 4% റൗണ്ട് ഓഫ് ചെയ്ത ഒരു എമൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കണക്കായിരിക്കും വരിക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ GDP വളർച്ചയുടെ കാര്യത്തിലും ഈ ഗ്ലോബൽ റിസഷൻ്റെ ഒരു പ്രശ്നം തന്നെ വളരെ കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ട്. GDP വളർച്ച 2025-2026 വർഷം 6.5% തുടരുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. ഇത് രണ്ടാം പാദത്തിലും മൂന്നാം പാദത്തിലുമായിരിക്കും ഉയർന്ന GDP വളർച്ച ഉണ്ടാവുക. രണ്ടാം പാദത്തിൽ 6.7%, മൂന്നാം പാദത്തിൽ 6.6% GDP വളർച്ച. ഒന്നാം പാദത്തിൽ 6.5%, അവസാന പാദത്തിൽ, അതായത് ക്വാർട്ടറിൽ അവസാന സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന 3 മാസം 6.3%. അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ 6.5%, 6.7 നിന്നും 6.5% പുതിയ കണക്കുകൾ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദേവിക.